ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. നമ്മുടെ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചു മാറ്റി. അപ്പോൾ കുറച്ചൊരു വലിയ വീട്. ആ പഴയ വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ ഒരൊറ്റ റൂം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മൾ ഇറ്റാച്ചുകൊണ്ട് തറ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ തറ കീറിയപ്പോൾ വലിയ ആയൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആയെന്ന് പറഞ്ഞാൽ ഒരു 2 അടി താഴ്ചയൊന്നുമില്ല. എന്താ വെച്ചാൽ താഴ്ത്താൻ പറ്റൂല. അപ്പോൾ നല്ല പാറയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് സുഖം, വീടിന് നല്ലൊരു ഉറപ്പും കിട്ടും. പിന്നെ കരിങ്കല്ല് വല്ലാതെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമുക്ക് ഇതിലൊരു ഏറ്റവും ലാഭം എന്ന് പറഞ്ഞാൽ. നമ്മളപ്പോൾ തറക്കല്ലിടൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കരിങ്കല്ല് കെട്ടുപടുവ് തുടങ്ങി. നമുക്കിന്നിപ്പോൾ ഒരു 5-6 ആൾക്കാർ ഇവിടെ പണിക്കുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലുണ്ട്. അപ്പോൾ ഒന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത്. അപ്പോൾ തറ കയറി കുറച്ച് ദിവസം കടന്നീന്. അപ്പോൾ മഴ ആയതുകൊണ്ട് മഴ നിൽക്കുന്നില്ല ഒരു കണക്കൂട്ടലിൽ നമ്മൾ കുറച്ച് ദിവസം അവിടെ നിന്നീന്. അപ്പോൾ കരിങ്കല്ല് കെട്ടുകാർക്ക് അതിൽ നടക്കാനും ഇതൊക്കെ നല്ല പ്രയാസമാണ്. അപ്പോൾ അത് കുറച്ച് നിൽക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വെയിൽ കുറച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പണിക്കാരെല്ലാവരും വന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പണി 10:30 ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും തറക്കല്ല് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് ബെൽറ്റിന്റെ പരിപാടിയിലാണ്. അപ്പോൾ സെൻട്രിങ്ങിൻ്റെ പണിക്കാരൊക്കെ വന്ന് പലയൊക്കെ അടിക്കണുള്ളൂ. പലയൊക്കെ അടിച്ച് ഇനി കമ്പിപ്പണി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബെൽറ്റ് വാർപ്പുണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പണി തുടങ്ങിയ മുതലേ ഫുള്ള് മഴയാണ്. അപ്പോൾ ഇന്ന് ബെൽറ്റ് അടിച്ചപ്പോഴും നല്ല മഴയാണ് കേട്ടോ. കണ്ടില്ലേ, മഴ നല്ല പെയ്ത്തുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും കോൺക്രീറ്റിൻ്റെ അന്ന് നോക്കിയാൽ മതി. നമ്മളേതായാലും കുറ്റിയടി മുതൽ നമുക്ക് ഫുള്ള് മഴ തന്നെയാണ്. അതൊന്നും കുഴപ്പമില്ല. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം പലകടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം തീരുമാനമായി. അപ്പം ഒന്ന് കമ്പി കെട്ടലും പരിപാടിയൊക്കെ തുടങ്ങി. കോൺക്രീറ്റിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ കോൺക്രീറ്റിനുള്ള ഷീറ്റും തുണി എല്ലാം കൊടുന്നിട്ട് നമ്മുടെ പണിക്കാരൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി. അപ്പോൾ എല്ലാവരും വാർപ്പാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് പലയും കാര്യമൊക്കെ മാറ്റിട്ടേക്കണം, നടക്കാനുള്ളൊരു സംവിധാനം കൂടി ആക്കാണ്. നമ്മൾ വെൽറ്റ് വാർപ്പൊക്കെ തുടങ്ങി. അപ്പോൾ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിട്ടാണ്. ഇതൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചെക്കന്മാരെല്ലാ ടൈമിനും നമ്മളിപ്പം സജീവമായിട്ട് എല്ലാ പരിപാടിയുണ്ട്. ചെറുക്കന്മാരൊക്കെ കംപ്ലീറ്റ് ആണ്. ഷീറ്റൊക്കെ കയറുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഷീറ്റൊക്കെ ഇടാനാണ്. നമ്മുടെ ചെക്കന്മാരെല്ലാത്തിനും നമ്മളെ നല്ല സഹായം ഉണ്ട് നമുക്ക്. അതാണ് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. എന്തായാലും അൽഹംദുലില്ലാ നമ്മളെ ബെൽറ്റ് വാർപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തറയിൽ മണ്ണിട്ടിട്ടുണ്ട്. മണ്ണിട്ട് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മണ്ണ് അത്യാവശ്യം സെറ്റാകാൻ കാത്തിക്കണം. നമ്മളെന്തായാലും ഒരു 10-20 ദിവസം നമ്മൾ മണ്ണിട്ട് സെറ്റാകാൻ കാത്തുനിന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പടവ് തുടങ്ങിയത്. മണ്ണ് നമ്മൾ നല്ലോണം സെറ്റായി കിടക്കണം. എന്താ വെച്ചാൽ നമ്മൾ സെറ്റായി കിടക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മളെ ടൈലൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അടിക്ക് തള്ളിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ്. അപ്പോൾ നമുക്ക് മഴ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നല്ല മണ്ണൊക്കെ നല്ല സെറ്റായി 10-22 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പടുവാരൊക്കെ വന്നിട്ടുണ്ട്. പടുവാർ വന്ന് നമ്മുടെ എഞ്ചിനീയറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചണം. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇതിനൊരു നല്ലൊരു കോൺട്രാക്ടറെ നമ്മൾ കണ്ടെത്തണം. ഒരു എഞ്ചിനീയറെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഓലൊരു ഐഡിയക്ക് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് കല്ല് വെക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് വെട്ടുകല്ല് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഒരുക്കത്തിൽ ഇങ്ങനെ റെഡി ആയിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ വീട് പണി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി നമ്മൾ കാണണം. എന്താ വെച്ചാൽ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇവിടെ സ്റ്റെയർ ഈ സൈഡിൽ കൂടെ പോകാൻ, ഡോറ്, കാര്യങ്ങൾ, ജനാല്,
അതൊക്കെ നമ്മൾ നോക്കണം. എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീട് പൊന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആൾക്കാരും പറയും വീട് പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതിയേനി, അവിടെ അങ്ങനെ ചെയ്താൽ മതിയേനി. നമ്മൾ അതൊക്കെ നല്ലോണം ചിന്തിച്ചിട്ട് വേണം നമ്മൾ വീട് പണി തുടങ്ങാൻ. നമുക്ക് ഇത് പടുവിൻ്റെ ഒപ്പം കിച്ചൺ സ്ലാബ് അടിച്ച് പോവായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് അതാണ്. പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് കമ്പി കുത്തി വാർക്കുമ്പോഴാണ് നല്ലത് നമ്മൾ പടുവിൻ്റെ ഒപ്പം പോയിരിക്കും നല്ലത്. അപ്പോൾ ഏകദേശം നമ്മളെ പടുവൊക്കെ കഴിഞ്ഞ് നമ്മൾ ലിൻഡലിനുള്ള പരിപാടിയിലാണ്. ഈ പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെത്ര ഈ പടുവ് ഇത്ര എത്തിച്ചു നമ്മളെ ഒരു മേസിലും ഒരു ഹെൽപ്പറും മാത്രം എടുത്ത പണിയാണ് അത്. ഇത്ര വെച്ചാൽ അതിമക്ക് വേറൊരു പടുവാരോ ആരും വന്നിട്ടില്ല, ഒരു മേസിലും ഒരു ഹെൽപ്പറും മാത്രമേ വന്നിട്ടുള്ളൂ. ഏകദേശം നമ്മളെ ലിൻഡലും സൺസൈഡും കൂടി കൂട്ടിയിട്ടുള്ള വാർപ്പാണ് ഇപ്പം ഇന്ന് നടക്കുന്നത്. അപ്പം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഏകദേശം നമ്മളെ വീട് പണിയൊക്കെ തുടങ്ങിയപ്പോൾ ഏകദേശം മിക്കവാറും ദിവസങ്ങളിൽ നല്ല മഴയാണ് വരല്. അപ്പം ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്. അപ്പം ഇന്ന് ഏകദേശം നമ്മളെ ലിൻഡലിൻ്റെ വാർപ്പൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കുറച്ച് ഭാഗങ്ങളെ ഇടാനുള്ളൂ ഇനി. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ അപ്പം ഇത്രയൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനി ഞാൻ എൻ്റെ വീട് പണി ഇപ്പോൾ ലിൻഡൽ വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു 2-3 നേരമൊക്കെ നനക്കണതിന് കുഴപ്പമൊന്നുമില്ല. രാവിലെ ഉച്ചക്കും വൈകുന്നേരം നനച്ചാൽ ഏറ്റവും നല്ല. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ എംസാൻ്റെ വരുന്നത്, അപ്പോൾ നല്ല നനവത്തണം. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഇപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ വീഡിയോസ് ഇത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും വിടും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീട് പണി എല്ലാവരും പ്രാർത്ഥിക്കണം.